പ്രായമുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സിഹർ ചെയ്തവർക്ക് തന്നെ തിരിച്ചു പോകുമെന്ന്. ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പ്രതീക്ഷിക്കുന്നു. സിഹർ ഒരാളും ചെയ്യരുത്. സിഹർ ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അവന് മുസീബത്തിലല്ലാതെ ചത്തുപോകൂല. ചെയ്ത ആള് ഉറപ്പ്, സംശയിക്കണ്ട. ആ ചെയ്ത ആളും ചെയ്യിപ്പിച്ച ആളും ഒക്കെ. ഇവിടെ ചെയ്ത ആൾ എന്ന് ചെയ്തു കൊടുക്കുന്ന ചികിത്സാരിയെ പറ്റിയല്ല, അവന്റെ ആഖിബത്ത് സൂഅ് പോട്ടെ. ആര് അവനെ പറ്റി ഇവിടെ വർത്താനം തന്നെയല്ല, അവന്റെ ഫിഅല് തന്നെ കുഫറാണ്. മനസ്സിലായില്ല? നാട്ടുകാർക്ക് സിഹർ ചെയ്തു കൊടുക്കുന്നവൻ ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ അമല് തന്നെ എന്താണ്? കുഫറാണ്. അവനെ പറ്റി ഇവിടെ വർത്താനം തന്നെയല്ല. എതിരാളിക്കെതിരെ സിഹർ ചെയ്യാൻ നടക്കുക, ഒരാളെ കൊണ്ട് സിഹർ ചെയ്യിപ്പിക്കുക. നമ്മളെ എതിരാളിക്കെതിരെ നമ്മൾ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ബിക്കെതിരെ ബിക്ക് എതിരെ സീനെ കൊണ്ട്, സി ചികിത്സാരിയ, സീനെ കൊണ്ട് സിഹർ ചെയ്യിപ്പിക്കുക. സീന്റെ കാര്യം പോക്കാണ്, ഓന്റെ കാര്യം അമലന്നെ കുഫറാണ്. ഓനെ പറ്റി വർത്താനില്ല, അമലുൽ കുഫറാണ് ഓന്റെ കാര്യം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സിഹർ ചെയ്യിപ്പിക്ക ബിക്കെതിരെ. ഇതിൽ ഇവിടെ സാധു ആരാണ്? ബി ആണ്. ഇവനാണ് സാധു. ഇവന് പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേക പ്രതിഫലം ലഭിക്കും, മുബ്തലയാണ്. ഇവിടെ ഈ ആളെ പറ്റിയാ പറഞ്ഞത്. ഏത്? ഓൻ സിഹർ ചെയ്യിപ്പിച്ചു ഒരാൾക്കെതിരെ, ബിക്കെതിരെ സിഹർ ചെയ്യിപ്പിച്ചു സീനെ കൊണ്ട്. അപ്പോൾ ആ സീനെ പറ്റിയുള്ള വർത്താനല്ല, ഓന്റെ കാര്യം പോക്കാണ്. ഏനെ പറ്റിയ വർത്താനം. അവൻ നരകിച്ചും ആഖിബത്ത് മോശമായിട്ടും അല്ലാതെ ചത്തുപോകൂല. മരിക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് പൊരുത്തപ്പിടിക്കുകയും തൗബ ചെയ്യുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ. ഇതുപോലെ ഈ കൊലപാതകം പോലും ഇതിന്റെ ശേഷമാണ്. അശ്റുകു ബില്ലാഹി വസ്സിഹ്റു വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതിനൊന്നും വകുപ്പില്ല. ലാലിമിനെ ചോദ്യം, ഒരു ലാലിം, ഒരു അക്രമിയായ ആള്, അയാൾക്കെതിരെ സിഹർ ചെയ്യല്ലാത്തൊരു വഴിയും നമുക്ക് ഇല്ലെങ്കിലോ, എങ്കിലും സിഹർ ഹറാമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങൾ മദ്ലൂമാവോലോ. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യന്മാരെ. ലാലിമിനെതിരെ മദ്ലൂമിന്റെ പ്രശ്നമല്ലേ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഹർ ചെയ്യേണ്ട ആവശ്യമല്ല. എന്താ മതി? ഇത്തഖ് ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. എന്തിനാ സിഹർ ചെയ്യണത്? ലാലിമിന് സിഹർ ഫലിച്ചത് എനിക്കറിയാം. ലാലിമിന് സിഹർ ഫലിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അക്രമി മൂപ്പര ചോദ്യം, നമ്മളെ ആക്രമിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആക്രമിച്ച ഒരാൾ തിരിച്ചാക്രമിക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ ആകെ നമുക്കൊരു വകുപ്പുള്ളത് ഇയാൾക്കെതിരെ സിഹർ ചെയ്യലാണ്. അത് പറ്റുമോ? അതിനുള്ള മറുപടിയാണ് എന്നാലും പറ്റൂല. പിന്നെ അതിനുള്ള മറുപടി, രണ്ടാമത്തെ മറുപടി പറഞ്ഞു, ലാലിമിനെതിരെ മദ്ലൂമിന് ഒരു വകുപ്പുമില്ല എന്ന വാക്ക് തെറ്റാണ്. കാരണം മദ്ലൂമിന് എന്തുണ്ടല്ലോ? ദുആ. ഇത്തഖി ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. പിന്നെന്തിനാ ഈ ദീന്? നമ്മൾ മുസ്ലിം എന്ന അറിവിന് എന്തിനാ നടക്കണത്? സാലിഹായ ഒരു മനുഷ്യനെ ഒരാൾ സിഹർ ചെയ്തിട്ട് ആ സിഹർ കാരണമായിട്ട് അയാളെ ഈമാൻ നഷ്ടപ്പെട്ടു മരിക്കുന്ന സമയത്ത്, സാലിഹായ മനുഷ്യന്, സാലിഹായ മനുഷ്യൻ അയാളെ സിഹർ ചെയ്ത ഒരാൾ ആ സിഹറിന്റെ കാരണമായിട്ട് അയാളെ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടോ? ഈമാൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളെ പിശാച് ഉണ്ടാക്കും. നിങ്ങൾ ബേജാറാകേ വേണ്ട. ഇത് ഈ കൂട്ടത്തിലെ കുറച്ച് ഗൗരവമുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം. ഇപ്പൊ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെ കൂട്ടത്തിലെ വലിയൊരു ചോദ്യമാണ് അത്. അതിലേക്ക് ഞാനത് ഇറങ്ങി വരാം. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കാം. അത് കുറച്ചും കൂടി വലിയ ചോദ്യമാണ്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ബേജാറാവണ്ട. ഇത് ഈ പറഞ്ഞ ചോദ്യത്തിന് മറുപടി നിങ്ങൾ കിട്ടിയാലോ? അതായത് ഇവിടുന്ന് ഉസ്താദ് ചോദിച്ച ചോദ്യമാണ് എന്ത്? ഒരു അക്രമിയായ ആൾ, അയാൾക്കെതിരെ തല്ലാൻ നമുക്ക് കഴിയില്ല, അയാൾ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് വകുപ്പില്ല എന്ന് മാത്രമല്ല, പ്രൂഫിൽ നമ്മൾ തോറ്റു, കോടതി അയാൾക്ക് അത് അനുകൂലമായി വിധിക്കും, സത്യത്തിൽ നമ്മൾ നിരപരാധിയായിരിക്കും, അയാൾ അക്രമിയായിരിക്കും. അപ്പോൾ അയാൾക്കെതിരെ നമുക്ക് കൂടോത്രം
മനസ്സിലായില്ലേ? സിഹർ ചെയ്തൂടെ? മറുപടി ചെയ്തുകൂടാ. സിഹർ ലാലിമിനെതിരെ ചെയ്യുകയാണെങ്കിലും ഹറാം തന്നെ. അതിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ല. ആരാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഭംഗിയായിരിക്കും. എത്രത്തോളം നാളെ ഉസ്താദേ, ലബീദ് ബിൻ അഅസം എന്ന ഈ തമ്മാടി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കെതിരെ സിഹർ ചെയ്തപ്പോൾ ആ സിഹറിനെ ഇബ്താൽ ചെയ്തു സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനെ തിരിച്ചു മടക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അതൊന്നും ചെയ്യണ്ട, നിങ്ങളത് മണ്ണിട്ട് മൂടിക്കാളി. എന്റേത് ഷഫാനി റബ്ബി, എന്റേത് പടച്ച തമ്പുരാൻ ഷിഫയാക്കി. ബാക്കി ഞാൻ ജനങ്ങൾക്കിടയിൽ ഒരു ഫിത്ന ഇളക്കി പുറപ്പെടുവിക്കൽ എനിക്കൊരിക്കലും ഇഷ്ടല്ല. ഒരാളെ വേറൊരു ഉപദ്രവം ചെയ്യിക്കണ ഉദ്ദേശം എനിക്ക് ഇല്ല. അപ്പോ അവൻ എന്നെ ഉപദ്രവിച്ചതോ അതിന് എനിക്കൊരു റബ്ബുണ്ട്, അത് ആ റബ്ബിൻ്റെ അടുത്ത് വീട്ടിക്കോളും. എനിക്ക് എൻ്റെ റബ്ബ് എന്തായി? മനസ്സിലായില്ലേ? ഷഫാനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പൊ ഇന്ന് ചില ആളുകളുടെ സ്വഭാവമുണ്ട്, ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ നേരെ അങ്ങോട്ട് തിരിച്ചു മടക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഇതൊന്നും റസൂലുള്ളാഹിയുടെ രീതിയല്ല. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഇഷ്ടപ്പെട്ടതുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഫാനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ശിഫ തന്നു. ഇനി ജനങ്ങൾക്കിടയിൽ ഒരു ഫിത്ന ഉണ്ടാക്കുന്ന ഉദ്ദേശം എനിക്ക് ഇല്ല. ബാക്കി അള്ളാന്റെ അടുക്കൽ കൊടുക്കേണ്ട കണക്കാണ്, അത് ഓൻ കൊടുത്തോളൂ. ഷഫാനി റബ്ബി, എന്റെ റബ്ബിനെ രക്ഷപ്പെടുത്തി. സിഹറിന് ഒരു വകുപ്പില്ല. ഇനി നിങ്ങളെ ചോദ്യം എന്താണ്? ഈ കുട്ടികളുടെ ചോദ്യം എന്നറിയോ? സിഹർ ഒരാൾക്ക് ബാധ ഏറ്റുപോയാൽ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? സിഹർ എന്ന് പറഞ്ഞാല് ഒരാളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ഏർപ്പാടിലേക്ക് പിശാചിനെ കയറ്റലാണ്. ചിലപ്പോൾ പിശാച് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റും. ഇന്ന ശൈത്വാന. അതെങ്ങനെ കേറൂല എന്ന് വിചാരിച്ചാൽ അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. കാരണം ഇന്ന ശൈത്വാന യജ്രി മിൻ ദിബ്നി ആദമ മജ്റദ്ദമി, രക്തം നടക്കുന്നിടത്ത് മുഴുവനും പിശാച് ഓടി ഒഴുകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ഉള്ളിലേക്ക് പിശാചിനെ ഉള്ളിലേക്കാണ് പ്രവേശിപ്പിക്കുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? അങ്ങനെ വരുമ്പോൾ പിശാചിന്റെ സ്വഭാവം എവിടെ കാണിക്കും? ഈ തടിയിൽ കാണിക്കും. സ്വാലിഹിനെ സ്വാലിഹല്ലാതാക്കും, സ്വാലിഹിനെ തടയും, സ്വാഭാവികമായി തളർച്ച ഉണ്ടാക്കും. ഹബീബായ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ നബി ആയതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ സ്വാഭാവികമായി ഖൈറിൽ ഫുതൂർ ഉണ്ടാവും, തളർച്ച ഉണ്ടാവും. ഇത് ദായിമായി മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. ഇനി ഇയാൾ ഇതിൽ രക്ഷപ്പെടുന്നില്ലെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവും. തടിയിലേക്ക് ആര് പ്രവേശിച്ചു? മറ്റോനെ പറ്റി ഇവിടെ വർത്താനം തന്നെ ഇല്ല. സിഹർ ചെയ്തവനും ചെയ്തു കൊടുക്കണവനും ഈമാന്റെ ആളെ അല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കള്ള് കുടിക്കണോന് ഈമാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സിഹർ ചെയ്യണവനെ പറ്റി പറയാനുണ്ടോ? കാരണം ശിർക്ക് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? സിഹർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഇവിടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയും, സിഹർ ബാധ ഏറ്റ ആളത്തെ ശരീരത്തിൽ ആര് പ്രവേശിക്കും? ശൈത്താൻ പ്രവേശിക്കും. ശൈത്താൻ പ്രവേശിക്കുമ്പോൾ ശൈത്താന്റെ താല്പര്യമാകും മെല്ലെ മെല്ലെ ഇയാളുടെ താല്പര്യം. ശൈത്താൻ അവിടെ പല പണിയും എടുക്കാം. എങ്ങനെ പണിയെടുക്കുക? ഞാൻ പറഞ്ഞുതരാം. ചില പണികൾ എടുക്കുക. ഒന്ന്, അയാളുടെ ഖൈറ് സ്വലാഹിയത്തിനെ മറിച്ചിടാൻ പിശാചിന് ചിലപ്പോൾ കഴിയൂല. അപ്പോൾ അയാളുടെ അസ്ലഹിനെ പിശാച് മുടക്കും. അയാൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യത്തെ പിശാച് മുടക്കും. എന്നാൽ ഈമാന്റെ പ്രഭ ഇയാൾക്കുള്ളത് കൊണ്ട് ഈമാനെ മറിച്ചിടാനൊന്നും ഇയാൾക്ക് പിശാച്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഈ ഉള്ളിൽ കയറിയ പിശാച് ഇയാൾക്കൊരു തടസ്സം ഉണ്ടാക്കും. ആർക്ക്? ഈ ബാധ ഏറ്റ ആൾക്ക്. ഇയാളുടെ ഈമാൻ ഭയങ്കര കടുകട്ടിയായ ഈമാൻ ആണെങ്കിൽ ആ ഈമാന്റെ നൂറിനെ കെടുത്താൻ ചിലപ്പോൾ ആർക്ക് കഴിയില്ല? പിശാചിന് കഴിയില്ല. അപ്പോൾ തന്നെ ഇയാൾക്ക് അസ്ലഹും അഫ്ളലുമായ കാര്യത്തെ മുടക്കും. ഉത്തരവാദിന്റെ വർത്താനല്ല, ഇവിടെ നടക്കണ കാര്യമാണ് പറയണത്. ഇനി ബാക്കി കാര്യം ഞാൻ പറയും. ഉസ്താദേ, നിങ്ങൾ അതിൽ വാശി പിടിക്കുകയോ വേണ്ട.
ഞാനിതിൽ ഡോക്ടറേറ്റ് വാങ്ങിയിട്ട് കുത്തിരിക്കുകയാണ്. ബേജാറുണ്ട്. അല്ലല്ല നിങ്ങൾ അറിയാൻ വേണ്ടി എന്നെ ചോദിക്കണത്, ഞാൻ അറിയാൻ വേണ്ടി എന്നെ പറയണേ. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ ആര് ദാഖിലാവും? പിശാജ് ദാഖിലായി കഴിഞ്ഞാൽ പിശാജിന് എന്തിനാ ദാഖിലാകുന്നത്? മൻഉൽ ഇസ്ലാഹ്, ഇസ്ലാഹിനെ തടയുക എന്നതാണ് ആരെ ലക്ഷ്യം? പിശാജിന്റെ ലക്ഷ്യം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിശാജ് സിഹർ ചെയ്തു. ലബീദ് ഇബ്നു അസം ഭാര്യയുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യത്തോടുകൂടെ പോകും. ഇതിപ്പോൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അഖ്ലിനെ ബാധിക്കൂല, ഒന്നും ബാധിക്കൂല. സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക്, ആ ഭാര്യയുടെ അടുത്ത് പ്രവേശിക്കുക, ശരീരത്തിൽ പ്രവേശിക്കുക എന്ന നിയത്തിൽ റസൂലുള്ള ഭാര്യയുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ റസൂലുള്ളാഹിക്ക് ചിന്തിക്കും, എന്ത്? അതിപ്പോൾ വേണ്ട. ശാരീരികമായ ഫുത്തൂർ നിങ്ങൾക്ക് പറഞ്ഞത്, അതായത് ഒരു തളർച്ച ഉണ്ടാവുക. ഈ തളർച്ച ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. അത് തോന്നുക, വേണ്ടെന്ന് തോന്നുക, നേരയിലേക്ക് പ്രവേശിക്കാൻ തോന്നുക, പിന്നെ അതിന് പിൻവാങ്ങ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത്രയും വലിയ സിഹറാണ് ആര് ചെയ്തത്? ലബീദ് ഇബ്നു അസം റസൂലുള്ളാഹിക്കെതിരെ ചെയ്തത്. കരിഞ്ഞു പോകേണ്ട സിഹറാണ്, പക്ഷെ മുസ്തഫ റസൂലുള്ളാഹിയാണ്. അതൊന്നും സംഭവിക്കൂല. ഇതിനി നമ്മളെപ്പോലത്തെ ഒരാളിലെ അത് സംഭവിച്ചു പോയാൽ അങ്ങനത്തെ മനകൾ ആര് ചെയ്യും? ചിലപ്പോൾ അഖ്ലിനെ ബാധിക്കും. ചില ആളുകളുടെ ഖൈറിനെ എന്താണെങ്കിലും മറിച്ചിടും. പിന്നെയോ ചിലപ്പോൾ ഈ ഉള്ള ഈമാന്റെ പ്രഭ ചെറുതാണെന്ന് നോക്കുക. ഈമാന്റെ പ്രഭ ഇയാളിലുള്ളത് വളരെ ചെറുതാണെങ്കിൽ എളുപ്പത്തിൽ കെടുത്താൻ കഴിയും. ആർക്ക്? ഉള്ളിൽ ദാഖിലായ പിശാചിന്. എന്തോ അയാൾ കണ്ട് ഉയർന്നു പോയിട്ട് അയാളെ കോലം തന്നെ മാറി. പിന്നെ ആ മനുഷ്യൻ കെലിമയോട് കെലിമ ചൊല്ലി മരിച്ചു. ഈ സന്ദർഭത്തിൽ മകൻ അങ്ങനെ തോന്നിയത് അത് അല്ലാഹു തആല ഇയാളെ തോന്നിപ്പിച്ചതാണ്. അത് ഇയാൾക്കുള്ള നന്മയാണ് അടിസ്ഥാന കാരണം. ചിലപ്പോൾ ചില ആളുകൾക്ക് നേരത്തെ ഹവയിൽ ഗാലിബായ ആളായിരിക്കും, അല്ലെങ്കിൽ 50-50 ആയിരിക്കും. കുറച്ച് ഈമാനികമായ അവസ്ഥ ഉണ്ടാവും, അതേ സമയത്ത് ഹവയുണ്ടാവും. ഇയാൾ കയറി വന്നാൽ ഇയാൾ ചെയ്യുക ഹവട്ടുകാരാണ്. ആര്? പിശാച്. ഈ ഹവ എങ്ങനെ ഇട്ട് എന്നാൽ ഹവ ഇങ്ങനെ വാലിബാവും. ഹവ വാലിബാവുന്നതിനനുസരിച്ച് മുഹറമാത്തിലേക്ക് താല്പര്യം അധികരിക്കും. സിഹർ ബാധിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾക്ക് മാസത്തിൽ ഏകദേശം 20-22 ദിവസം ഭാര്യയെ സമീപിക്കാൻ താല്പര്യമേ ഇല്ല. അതേ സമയത്ത് 6 ദിവസം അവൾക്ക് ഹൈളായിരിക്കും. പറയുന്ന മനസ്സിൽ വളരെ ചിന്തിക്കണം. ഒരു അവസ്ഥയെ പറയണം, ഭയങ്കര അവസ്ഥ. ആ ദിവസം അയാൾക്ക് ഭാര്യയെ മാറിക്കാൻ കഴിയില്ല. അയാൾ ഭാര്യയെ ഇക്റാഹ് ചെയ്യും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ അവസ്ഥ എന്നോട് ഒരാൾ എൻ്റെ ഈ ജീവിതകാലത്ത് പറഞ്ഞൊരു സംഭവം പറയുന്നത്. ഒരു വ്യക്തിക്ക് സിഹർ ബാധിച്ചു. ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്നോട് പറഞ്ഞതാണ്. എന്ത്? ഇയാൾക്ക് മാസത്തിൽ 20, 22, 23 ദിവസം ഭാര്യയിലേക്ക് ആവശ്യമേ ഇല്ല. ഭാര്യ ഇയാളെ സമീപിച്ചാലും ഇയാൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാവൂല. അയാൾ ഒരുങ്ങിയാലും അയാൾക്ക് അതൊന്നോട്ട് നടക്കൂല. നേരെ മറിച്ച് ഇയാൾക്ക് ഒരു 4 പുരുഷന്മാരെ കരുത്തുണ്ടാവും. ഏത് ദിവസം? അയ്യാമു ഹൈളിഹ, ഇവളെ ഹയ്യാമുൽ ഹൈളില്. ആരതിന്റെ പിന്നിൽ? പിശാച്. തെറ്റ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹവ ഇട്ട് തരിക, മുഹറമാത്തിലേക്ക് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആരുടെ പണിയാണ്? പിന്നെ നിരപരാധി നമ്മൾ പറയണ്ട. നിരപരാധി നമ്മൾ പറയുന്നതൊന്നുമല്ല. നിരപരാധിയാകാം ഒരളവിൽ സിഹർ വലിച്ചപ്പോൾ നിരപരാധിയാണ്. പക്ഷേ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, ഇതെന്തിലുണ്ടല്ലോ. വമൻ യത്തഖില്ലാഹ, അള്ളാഹനെ പേടിച്ച ഒരാളാണെങ്കിൽ പുറത്ത് ചാടുള്ള വഴി അല്ലാഹു തആല അവൻ കാണിച്ചു കൊടുക്കും. ഉറപ്പ്. ഇയാൾക്ക് പുറത്ത് ചാടാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഇയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കേടായിരിക്കും. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പ്രത്യക്ഷമായ എല്ലാ സലാഹിയത്തും ഉണ്ട്. പക്ഷെ ഹറാമായ മുതൽ നയിച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതുമ്മ ഭക്ഷണം കഴിക്കണത്. ഇടയ്ക്ക് ഞങ്ങൾക്ക് സിഹർ ബാധിച്ചു, സിഹർ വാലിബായി, രക്ഷപ്പെടാൻ കഴിയണില്ല. എന്തുകൊണ്ട്? മതഅമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ.
വഖഫിന്റെ ഭൂമി സ്വന്താക്കി. ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് സിഹിർ ബാധിച്ചു. പല മൂല്യന്മാരെടുത്തും പോയി, സിഹിർ ബാത്തിലായില്ല. എന്തുകൊണ്ട്? സിഹിറിന്റെ അവിടുന്ന് പോകൂല. കാരണം കടന്നുറങ്ങണ ഭൂമി. പറേ വഖഫിന്റെ ഭൂമിയാണ്. വഖഫിന്റെ ഭൂമി സ്വന്താക്കാനുള്ളത് ശൈത്താന്റെ ലക്ഷ്യമാണ്. ഓന്റെ മണ്ണാണത്, അത് സ്വാലിഹിന്റെ മണ്ണല്ല. ഇയാൾ പള്ളി കമ്മിറ്റി ആയതുകൊണ്ട് സ്വാലിയാവൂല. എല്ലാത്തിനെ തൊട്ടും ബരിയായ ഒരാളാണെങ്കിൽ അയാളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്യും. എന്താ ചോദ്യം? ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അയാൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ഇയാൾക്ക് രോഗം വരാം. ഈമാൻ നഷ്ടപ്പെടുത്താൻ പിശാചിന് എപ്പോഴും കഴിഞ്ഞോളെന്ന് വരൂല. ഞങ്ങളോട് പറഞ്ഞ എന്താ, രണ്ടവസ്ഥയുണ്ട്. വായിക്ക് ചെയ്യും, തടസ്സങ്ങളെ മനഇനെ വരുത്തും. ആര്? പിശാച്. ഈമാൻ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ആളാണെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുത്തും. ചില ആളുകളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പിശാചിന് കഴിയില്ല. അപ്പോൾ അവരെ കിടത്തും. ആ രോഗത്തിൽ അയാൾ മരിച്ചും പോകും. അയാൾക്ക് ഷഹീദിന്റെ കൂലിയും കിട്ടും. ഈമാൻ നഷ്ടപ്പെടുത്താൻ അവിടെ പിശാചിന് കഴിയില്ല. വേറെ ചില ആളുകളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാവും. ചിലപ്പോൾ ഇയാൾ ആദ്യകാലത്തെ നന്മ കൊണ്ട് അള്ളാഹു ഇയാളെ രക്ഷപ്പെടുത്തും. ഈ പറഞ്ഞ സംഭവം പോലെ. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാ. ഇതൊന്നുമല്ല. നിങ്ങൾ എന്നോട് ഒരു കൊല്ലം സിഹിറിനെ പറ്റി ചോദിച്ചാൽ ഞാൻ 2 കൊല്ലം നിങ്ങൾക്ക് മറുപടി അറിഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അള്ളാഹിന്റെ സഹായം. എന്തുകൊണ്ട്? ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. സമയം അവസാനിച്ചു. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് കിതാബുകളുണ്ട്. അതിൽ ഏകദേശം വൽ മർജാൻ, ബഹുമാനപ്പെട്ട ഇമാം സയൂത്തി റളിയല്ലാഹുവിന്റെ, അങ്ങനെ ഒരുപാട് ഹാഫിദ് ഇബ്നു ജൗസിയുടെ, അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് ഈ വിഷയം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. പിശാച് 2 സൈസാണ്. വന്നുകൂടിയ പിശാചും വരുത്തിക്കൂട്ടിയ പിശാചും. വന്നുകൂടിയ പിശാച് ദിക്ർ ഖുർആൻ ഓതിയാൽ പോകാം. വരുത്തിക്കൂട്ടിയ പിശാച് പറഞ്ഞേക്കാതെ പോവില്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് 11 ആയത്തും കൊണ്ട് ആര് വന്നത്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഇബ്താൽ ചെയ്തത് സയ്യിദുനാ ജിബ്രീൽ. ഷഫാനി റബ്ബി. വന്നുകൂടുന്ന പിശാചും ഉണ്ടാവും, വരുത്തിക്കൂടുന്ന പിശാച്. വന്നുകൂടിയ പിശാച് മുസ്ലിമായിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ. പിശാചിന്റെ കൂട്ടുബന്ധമില്ലാത്ത ഒരാളുണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു, അഫ അൻത യാ റസൂലല്ലാഹ്? അപ്പോൾ പറഞ്ഞു, എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശൈത്താനോട് അങ്ങോട്ട് സദുപദേശം ചെയ്തിട്ട് എൻ്റെ പിശാച് മുസ്ലിമായിട്ടുണ്ട്. ഫലാ യഉമുറുനി ഇല്ലാ ബിഖൈരിൻ. ഇപ്പോൾ എൻ്റെ ശൈത്താൻ മുസ്ലിമായി ഖൈറല്ലാതെ ഒന്നും ഇപ്പോൾ പറയാറില്ല. അത് ഏത് ശൈത്താനല്ല? വന്നുകൂടിയ ശൈത്താനാണ്, അല്ലാതെ വരുത്തിക്കുട്ടിയല്ല. വരുത്തിക്കുട്ടി ഇപ്പോൾ തലയേണ്ടി വരും. അത് അങ്ങനെ സിഹിറുണ്ടെന്ന് മനസ്സിലാക്കണ്ട. സിഹിറിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് ഇനി ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞുതരാം. അവിടേക്ക് എത്തിയിട്ടില്ല. ഇനി എന്തൊക്കെ പറയാനുണ്ട്. ബേജാറാകണ്ട, പേടിക്കണ്ട. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും. ബിൽ ഖൗലി സാബിതി. സ്ഥിരപ്പെട്ട വാക്കുകൊണ്ട്. ഏതാ സ്ഥിരപ്പെട്ട വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്. ബിൽ ഫിൽ ഹയാത്തി ദുനിയ, ജീവിതകാലത്തും, വഫിൽ ആഖിറ, പരലോകത്തും. വയുളില്ലുല്ലാഹു ളാലിമീൻ. അക്രമികളെ അല്ലാഹു തആല പിഴവിന്റെ മാർഗത്തിലേക്ക് ചേർക്കും. വയഫഅലുല്ലാഹു മാ യശാ. അല്ലാഹു അവനെ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. മുഅ്മിനീങ്ങളെ നന്നാക്കും, മോശപ്പെട്ടവനെ മോശമാർഗത്തിലാക്കും. അല്ലാഹു മുഅ്മിനീങ്ങളെ ഉറപ്പുള്ള വാചകം കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഉറപ്പുള്ള വാചകമാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതന്നെയാണത്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു. ബാക്കി അടുത്ത ക്ലാസ്. അസ്സലാമു അലൈക്കും.